ഈ പാറ്റാകളുടെ നേതാവ് അഭിജിത് ദിപ്കയ്ക്ക് ഇന്നലെ രാജസ്ഥാനിൽ നല്ല അടി കിട്ടി. മഹാരാഷ്ട്രയിൽ ഇദ്ദേഹം സ്കൂളുകൾ സന്ദർശിച്ചു. സ്കൂളുകൾ സന്ദർശിക്കാൻ അധികാരമൊന്നുമില്ല. സ്കൂളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് മുറികൾക്ക് കയറി ചെല്ലുക. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ കുറേ പത്രക്കാരെ വിളിക്കും, ക്യാമറയൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് മുറികളിലേക്ക് കയറി ചെല്ലുന്നു. എന്നിട്ട് കുട്ടികളോട് ചോദിക്കുന്നു, നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, നിങ്ങൾക്ക് പുസ്തകമുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ ട്രസ്പാസ് അല്ലേ? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ വലിയൊരു അക്കിടി പറ്റി. മഹാരാഷ്ട്രയിൽ ഇയാൾ ഇതുപോലെ കയറി ചെന്ന് കുട്ടികളോടൊക്കെ സംസാരിച്ചു. കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ, അത് ഒരു അറേഞ്ച്ഡ് സംഭവമായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടുത്തെ ഒരു സർപ്പഞ്ചാണ് ഇത് അറേഞ്ച് ചെയ്തത്. സർപ്പഞ്ച് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പോലത്തെ ആൾ. സർപ്പഞ്ച് ഇയാളുടെ ബന്ധുവാണ്. സർപ്പഞ്ചാണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ കുട്ടികളൊക്കെ വന്ന് നിലത്ത് പായയൊക്കെ വിരിച്ചിട്ട് കുട്ടികളുടെ കൂടെ ഇരുന്ന് അഭിജിത് ദിപ്ക ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നിങ്ങളുടെ ക്ലാസ് മുറി ഏതാ? അപ്പോൾ കുട്ടികൾ പറയുന്നത്, ഞങ്ങളുടെ ക്ലാസ് മുറി ഇതല്ല. പിന്നെ ഏതാ? അത് വേറെ സ്കൂളിലാണ് എന്ന് പറഞ്ഞാൽ ആ സ്കൂളിലെ കുട്ടികളല്ല. ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഗ്രാമത്തലവനെ, ഇയാളുടെ ബന്ധുവായ ആം ആദ്മി പാർട്ടിക്കാരനായ ഗ്രാമത്തലവൻ്റെ സഹായത്തോടെ അവിടുത്തെ സ്കൂളിൽ കുറേ കുട്ടികളെ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യിച്ചു. പക്ഷേ പിള്ള മനസ്സിൽ കള്ളമില്ലല്ലോ. കുട്ടികൾ, അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എന്താ പറ. അപ്പോൾ കുട്ടികൾ പറയുകയാണ്, ഞങ്ങൾ വേറെ സ്കൂളിലെ കുട്ടികളാണെന്ന് പറഞ്ഞപ്പോൾ അഭിജിത് ദിപ്കെ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നു. അയാളുടെ ഒരു ഷോ ചീറ്റി. അപ്പോൾ ഈ ഡൽഹിയിലെ സ്കൂളുകൾ അഭിജിത് ദിപ്കെ സന്ദർശിക്കുന്നില്ല. കാരണം ഡൽഹി ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്നത് ആം ആദ്മി പാർട്ടിയായിരുന്നു. ഇയാളുടെ പാർട്ടിയാണ്. ഇയാൾ ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്കാരനാണ്. മനീഷ് സിസോദിയുടെ വലം കൈയായിരുന്നു. മഹാരാഷ്ട്ര, രാജസ്ഥാൻ തുടങ്ങി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇയാൾക്ക് സ്കൂൾ മോശം എന്നൊക്കെ പറയുന്നത്. തമിഴ്നാട്ടിൽ പോകുന്നില്ല, കർണാടകയിൽ പോകുന്നില്ല, ഒന്നുമില്ല. എന്തിന്? ജാർഖണ്ഡിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിന് ഇയാൾ ഇന്ന് വരെ പോയില്ല. വയറിളക്കാന്ന് പറഞ്ഞത്. അവിടെ കോൺഗ്രസും കൂടി ചേർന്നിട്ടുള്ള സംയുക്ത ഭരണമല്ലേ? അതെ, അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇതേ അജണ്ടയുമായി BJP ഭരിക്കുന്ന അടുത്ത സംസ്ഥാനമായ രാജസ്ഥാനിൽ ചെന്നപ്പോൾ സ്കൂളിലോട്ട് കയറാൻ ചെന്നതാണേ. നാട്ടുകാർ പറഞ്ഞു, നിൻ്റെ അപ്പൻ്റെ വകയല്ല സ്കൂള്. ഈ സ്കൂള് ഈ സംസ്ഥാനത്തെ ജനങ്ങളായ ഞങ്ങൾ നികുതി കൊടുത്തോട്ടെ, നീ ആരാടാ പരിശോധിക്കാൻ? അടി കൊടുത്തു, നല്ല അടി കൊടുത്തു. മോശമായിപ്പോയോ? അയ്യോ, അത് ഡിസർവിങ് കേസാണ്. അടി കൊടുക്കേണ്ടതാണ്. കാരണം സുനിലിനെ അറിയില്ലേ, സ്കൂളിൽ നമ്മൾ പഠിച്ച കാലത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഒരു സ്കൂളിലേക്ക് ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി വന്ന് ക്ലാസ് റൂമിൽ കയറാൻ സ്കൂളിൽ അനുവാദം നമ്മുടെ കേരളത്തിൽ സമ്മതിക്കുമോ? കേരളത്തിൽ സമ്മതിക്കില്ല. അങ്ങനെ ഒരു അപരിചിതനായ വ്യക്തി വന്ന് സ്കൂളിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഹെഡ് മാസ്റ്റർ ഉണ്ട്, അതല്ലെങ്കിൽ അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ ഉണ്ട്, അതല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന അധ്യാപകൻ. അതെ, അല്ലാതെ ഇവർ തോന്നിയ പോലെ ഇവർക്ക് എല്ലായിടത്തും നിന്ന് കയറാനുള്ള ഒരു അധികാരമില്ല. ഇപ്പൊ സുനിൽ എനിക്ക് കുറച്ച് മുമ്പ് ഒരു വീഡിയോ കാണിച്ചു തന്നുല്ലോ. ഒരു തടിച്ച സ്ത്രീ പോലീസുകാരെയും പട്ടാളക്കാരെയും ചീത്ത വിളിക്കുന്നു, ഞങ്ങളെ തടയാൻ പാടില്ല. ഞാനായിരുന്നു ആ പട്ടാള ഓഫീസർ എന്നെങ്കിൽ അവരുടെ കരണം പൊട്ടിക്ക് ഒന്ന് കൊടുത്തേനെ. ഞാനായിരുന്നെങ്കിൽ ഞാൻ വെടിവെക്കുമെന്ന് TG പറഞ്ഞ പോലെ പറയാൻ പാടുന്നു. ഇല്ല, ഈ നമ്മുടെ ശിവഖേര പറഞ്ഞ ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനുണ്ട്, മാനേജ്മെൻറ്റ് ക്ലാസ്സസ് നടത്തുന്നത്. ഞാൻ അവർക്ക് സുനിലായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് എഴുതിയൊരു പുസ്തകത്തിൻ്റെ പേര് ഫ്രീഡം ഈസ് നോട്ട് ഫ്രീ. സൗജന്യമല്ല. അതെ, സ്വാതന്ത്ര്യം സൗജന്യമല്ല. ദർ ആർ റെസ്ട്രിക്ഷൻസ്. ഒരു സ്വാതന്ത്ര്യവും അബ്സല്യൂട്ട് സ്വാതന്ത്ര്യമല്ല. എല്ലാത്തിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് 100 കൂട്ടം റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ നിബന്ധനകൾ, പ്രൊവിഷൻസ് വെച്ചിട്ടാണ് നമുക്ക് ആ സ്വാതന്ത്ര്യം തന്നേക്കണം. ഇപ്പോൾ ഇവിടെ പള്ളിയിൽ അച്ഛന്മാർക്ക്, കപ്പ്യാരുമാർക്കും മതപ്രചരണം നടത്താനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. മതം പ്രാക്ടീസ് ചെയ്യാം, പ്രൊഫസ് ചെയ്യാം, പിന്നെ പ്രീച്ച് ചെയ്യാം. ബട്ട് പ്രൊസലിറ്റൈസ് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരെ നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്താൻ പാടില്ല. അത് മാത്രമാണ് വ്യക്തമായിട്ട് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ പറയണേ ഇത് മതസ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങ് ഇടുക എന്നാണ് പറയുന്നത്. ഇത് വേറെ ഉണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ
ഹിന്ദുമത കൺവെൻഷനില്ലേ, അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ, ഞാൻ അവിടെ അവിടെ പ്രസംഗിച്ചു. കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞാൻ സുനിലിന് അറിയായിരിക്കും. അവിടെ ചെന്ന് ഉപദേശികളും പള്ളിയ അച്ഛന്മാരും പാതിരികളും അവിടെ വന്ന് ബൈബിള് വിൽക്കേണ്ട ഫ്രീ ആയിട്ട്. പാപികളെ എന്നാ പിടിച്ചോ 2 ബൈബിള് വായിച്ചോ, നിങ്ങളുടെ പാപം എല്ലാം തീരുന്നും പറഞ്ഞുകൊണ്ട് അവരുടെ സമുദായ അവരുടെ മാരാമൺ കൺവെൻഷനിൽ പോയി നമ്മൾ ഒരു രാമായണോ ഭാഗവതോ കൊണ്ട് കൊടുത്ത അവന്മാരെ നമ്മളെ തല്ലി എല്ലൊടിക്കില്ലേ അവര്. ഇത് ഈ ഹിന്ദുക്കള്, ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അല്ല, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദുവിന്റെ നട്ടലില്ലായ്മയാണ്. ഇത് നടന്നിട്ടുണ്ടെന്നേ. ഇപ്പൊ നല്ല കാര്യം, നമ്മുടെ എറണാകുളം ബുക്ക് ഫെയറിൽ ഈ റിലീജിയൻ ഒരു ഫാക്ടറേ അല്ല, ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ അനുവദിക്കുന്നില്ല. 27-28 വർഷമായി. അതെ, അവിടെ കയറി ബൈബിൾ കച്ചവടം നടത്തുന്നു അവർ അവിടെ കയറി ബൈബിൾ കച്ചവടം നടത്തുന്നു രഹസ്യമായിട്ട്. നിങ്ങൾ ഈ രാമായണം ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, രാമായണം ഒന്നും വായിക്കരുത്, നിങ്ങൾ ബൈബിളാണ് വായിക്കേണ്ടത്. ഞാൻ അതാ ഒരു ബൈബിൾ സൗജന്യമായിട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ബൈബിളിൽ വിശ്വാസമില്ല, ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ ബൈബിളിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല, എനിക്ക് രാമായണവും മഹാഭാരതവും മാത്രം മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ TDM ഹാളിൻ്റെ അടുത്ത് മുമ്പിലുള്ള എറണാകുളം അവിടെയാണ് പോയത് ഞാൻ. അവിടെയാണല്ലോ ബുക്ക് ഫെയർ നടക്കുന്നത്, കൊച്ചി അന്താരാഷ്ട്ര പുസ്തക. അപ്പോൾ ഇതുപോലെ ഇവര് അരാജകവാദികളുടെ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. ഞാൻ ഈ ആം ആദ്മി പാർട്ടിയും CJPയും രണ്ടല്ല ഒന്നാണെന്ന് ഏതാണ്ട് വിവരമുള്ളവർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. എന്താണ് പറയുന്നത്, ഈ കാറുകൾ ഇപ്പോൾ മാരുതിയുടെ ഗ്ലാൻസ എന്ന് പറഞ്ഞാൽ, ബലനോ എന്ന് പറഞ്ഞ കാറും ടൊയോട്ടയുടെ ഗ്ലാൻസ എന്ന് പറഞ്ഞ കാറ് രണ്ടും ഒന്നാണ്. രണ്ട് ട്രേഡ് മാർക്ക് രണ്ടും വ്യത്യസ്തമായെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഇതും. AAPയുടെ ചേട്ടൻ CJPയുടെ ചേട്ടൻ AAP. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാ പശ്ചാത്തലത്തിൽ നിന്ന് സൈഡിൽ നിന്ന് PP വിളിക്കുന്നവർ മുഴുവൻ ഒരേ ആൾക്കാരാണ്. കപിൽ സിബാല്, പ്രശാന്ത് ഭൂഷൺ, പിന്നെ അതുപോലെ യോഗേന്ദ്ര യാദവ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ അലവലാദികളാണ് സൈഡിൽ നിന്ന് PP വിളിക്കുന്നത്. അവർ ഇന്ത്യനെ തുണ്ടമായിട്ട് വെട്ടിമുറിച്ച് വിൽക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. സുനിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കപിൽ സിബാൽ ഒരു ഇന്റഗ്രേറ്റഡ് ഇന്ത്യനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടേയില്ല. പ്രശാന്ത് ഭൂഷൺ കേട്ടിട്ടേയില്ല. മറ്റേ കുരങ്ങനുണ്ടല്ലോ, അവന്റെ പേര് സലിം എന്നാണ്, മുഹമ്മദ് സലിം എന്ന് വെച്ചാണ് അവന്റെ പേര്, യോഗേന്ദ്ര യാദവിന്റെ പേര്. അയാൾ പറയണ കേട്ടിട്ടുണ്ടോ? ഇത് ഫ്രോഡ്, നമ്പർ 1 ഫ്രോഡ്. എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തോട്ടെ. ഞാൻ പറയാം, ഇവര് കപിൽ സിബൽ ക്രിസ്ത്യനാണ്. അതെ, മനു അഭിഷേക് സിംഗും ഹിന്ദു അല്ല എന്ന് തോന്നുന്നു. അതിന്റെ കാരണം ഒരു തരക്കേടില്ലാത്ത മനുഷ്യനായിരുന്നു അയാൾ. ഇപ്പം മതം മാർക്കാണ്. ഇവിടെ തമിഴ്നാട്ടിലുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും ഈ ആയ്മ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി മതം മാറി ക്രിസ്ത്യാനിയിട്ടുണ്ട്. എടുത്തു പറയണമെങ്കിൽ പേരെടുത്തു പറയാം ഓരോരുത്തരുടെ. വേണ്ട, അവരൊക്കെ സമാധാനമായിട്ടിരുന്നോട്ടെ. ഇനി കുഴി കിടന്ന ആളുകൾ തുമ്മുകയും വേണ്ട. പക്ഷേ ഈ CJP എന്ന് പറഞ്ഞ പാർട്ടിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു അമേരിക്കൻ സ്പോൺസേഡ് സാധനമാണെന്ന് എല്ലാവർക്കും അറിയാം. അമേരിക്കയിൽ വെച്ച് ഒറിജിനേറ്റ് ചെയ്താണ് ഈ അക്കൗണ്ട്, സോഷ്യൽ മീഡിയ അക്കൗണ്ട്. ഇയാളുടെ അമേരിക്കയിലെ വിദ്യാഭ്യാസം തന്നെ ഒരു കവർ, ഒരു മറ ആയിട്ട് ആം ആദ്മി പാർട്ടി അങ്ങോട്ട് വിട്ടതാണ് പഠിക്കാൻ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു അയാളുടെ കോഴ്സ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ പ്രേക്ഷകർ കണ്ടോന്ന് എനിക്കറിയില്ല, കാണാത്തവർ കാണണം. അഭിജിത് ദീപ് കെ വ്യാജൻ എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ബോസ്റ്റണിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, സെമസ്റ്റർ എന്ന് തുടങ്ങി ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്റർ, 3 സെമസ്റ്ററിലും ഇയാളെ ഏതൊക്കെ ദിവസങ്ങളിൽ അമേരിക്കയിലുണ്ടായിരുന്നു, അമേരിക്കയിൽ ഇല്ലാതിരുന്ന ദിവസങ്ങളിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യുകയായിരുന്നു. ഇന്ത്യയിൽ അയാൾ തന്നെ എക്സിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു, ഞാൻ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രചാരണത്തിന് വരുന്നു എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവിടെ പോയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ, കോഴ്സ് തീർന്നിട്ടും പിന്നെയും ഏതാണ്ട് 6-8 മാസം അമേരിക്കയിൽ താമസിച്ചു. എങ്ങനെ? ഇത് പണം വേണ്ടേ? അയാൾ ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ പോയതായിരിക്കണം ഫണ്ട് മൊബിലൈസ് ചെയ്യാനും ഇന്ത്യക്കെതിരെയുള്ള ടൂൾ കിറ്റിൻ്റെ ഭാഗമായുള്ള ട്രെയിനിങ് എടുക്കാനും പോയതായിരിക്കണം. ഏതായാലും ഈ CJPയുടെ കാര്യത്തിൽ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള പലരുടെയും ഒരു തോന്നൽ, ഇത് ഉരുത്തിരിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമ്മുടെ സർക്കാർ, നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ ഒക്കെ പരാജയപ്പെട്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല മികച്ച സുരക്ഷാ സംവിധാനമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അജിത് ഡോവൽ, അമിത് ഷാ ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെയാണ് തലപ്പത്തിരിക്കുന്നത്. എന്നിട്ടും ഈ പറഞ്ഞ പോലെ പഹൽഗാമിനെ പോലെയും അത് കുപ്വാര ഇങ്ങനെയുള്ള പഹൽഗാം എന്ന് പറയുന്നത് ശരിക്കും
ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മറച്ചു വെച്ചൊരു കാര്യമല്ലേ സാർ? പഹൽഗാമിലേക്ക് ബൈസരൻ വാലിയിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പ്രവേശനം നിർത്തിവെക്കണമെന്ന് ഇന്ത്യൻ ആർമി അറിയിച്ചിരുന്നതാണ്. പക്ഷേ ജമ്മു കാശ്മീർ സർക്കാർ ഇന്ത്യൻ ആർമിയെ അറിയിക്കാതെ അത് തുറന്നു കൊടുത്തു. സൈന്യത്തിൻ്റെ സുരക്ഷ ഉണ്ടായിരുന്നില്ല അവിടെ. ഇത് മനസ്സിലാക്കിയിട്ടാണ് അവിടെ തീവ്രവാദികൾ കടന്നു വന്നതും ഈ വെടിവെപ്പ് നടത്തിയത്. അപ്പം യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ അതിൻ്റെ കാരണം അന്വേഷിച്ച് വരുമ്പോൾ ഈ സംശയത്തിൻ്റെ സൂചി പോയിന്റ് ചെയ്യുന്നത് ഒമർ അബ്ദുള്ളയിലേക്കാണ്. അതെ, അത് ആ സമയത്ത് തന്നെ എല്ലാ മാധ്യമങ്ങളിലും വന്നതാണല്ലോ. അത് ക്ലോസ്ഡായിരുന്നു. തുറന്നു കൊടുക്കുന്നത് ബന്ധപ്പെട്ടവർ സൈന്യത്തെ ഉൾപ്പെടെ അറിയിച്ചിരുന്നില്ല എന്ന് പറയുന്നു. അറിയിക്കാതെ തന്നെ തുറന്നാലും അറിയാനുള്ള സംവിധാനത്തിനാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതെ 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 അതെ. സുനിൽ, വേറൊരു കാര്യം ശ്രദ്ധിച്ചല്ലേ, CJPയുടെ പ്രത്യക്ഷപ്പെടൽ അത് ഈ വിദ്യാർത്ഥി സമരത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല. FCRAയ്ക്ക് എതിരായിട്ടുള്ള ക്യാമ്പയിൻ ശക്തമായപ്പോഴാണ് അവരിവിടെ വന്നത്. അല്ല, അവർ പറഞ്ഞ CJP ഉണ്ടാക്കുന്നതിന് പറഞ്ഞത് എന്താണ്? റിട്ടയർഡ് ജഡ്ജിമാർക്ക് പദവികൾ കൊടുക്കരുത്, അതായിരുന്നു അവരുടെ ആവശ്യം. ഞങ്ങൾ ലേസിയാണ്, ഞങ്ങൾ പാറ്റകൾ, മടിയന്മാരാണ്, അലസന്മാരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് നേരെ വളച്ചൊടിച്ചിട്ടാണ് ഒരു അതെ. എന്നാൽ പോലും ഞങ്ങളുടെ ലക്ഷ്യം ഇതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് അവർ ഈ സമരമായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ അടുത്തത് നോക്കൂ, ഇനിയിപ്പോൾ അവർ പറയുന്നത് ബാർ കൗൺസിൽ ചെയർമാൻ രാജിവെക്കണമെന്ന്. അത് വളരെ കൗതുകകരമായിട്ട് തോന്നി. കാരണം നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഹൈദരാബാദിൽ അവരുടെ മുഖ്യ അതിഥിയായിട്ട് ചീഫ് ജസ്റ്റിസിനെ വിളിച്ചത് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നിയത് ഒരു ഈ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൂനെ അവിടുത്തെ ഡയറക്ടറായിട്ട് ഒരു ചൗഹാൻ എന്ന് പറഞ്ഞൊരു സിനിമാ നടനെ നിയമിച്ചു. പിള്ളേർ സമരം ചെയ്തു, ചൗഹാനെ നിയമിക്കാൻ പറ്റില്ല, ഞങ്ങൾ പറഞ്ഞ ആളെ നിയമിക്കണം. അപ്പോൾ അതായത് ഈ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് പിള്ളേർ പറയുന്ന സാറിനെ വേണം നിയമിക്കാൻ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നാളെ ഇപ്പോൾ ഈ എന്താ SFIക്കാർ സമരം ചെയ്തിട്ട് പറയാ ഞങ്ങളെ ചിന്താ ജെറോം പഠിപ്പിച്ചോ. അല്ല പറയും, ചിന്താ ബെസ്റ്റ് ടീമാണ്. മറ്റേ വാഴക്കൊല, അതെ വാഴക്കൊല കേസ്, ചിന്താ ജെറോം, അതല്ലെങ്കിൽ ബിന്ദു ഉന്നത ചിലപ്പോൾ പറയുമായിരിക്കും നാളെ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ SFIയുടെ ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിയും തയ്യാറാക്കി തരും പറയൂ അവർ. ഞാൻ ലാ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ കണ്ടത്, SFIയുടെ ഡിമാൻഡ്സിൽ ഒന്ന് എന്തായിരുന്നു അറിയുമോ? സ്റ്റാഫ് കൗൺസിൽ അവരുടെ പ്രതിനിധി വേണം. സ്റ്റാഫ് കൗൺസിൽ സ്റ്റാഫ് കൗൺസിലിൽ അവരുടെ പ്രതിനിധി വേണമെന്ന്, വിദ്യാർത്ഥികളുടെ പ്രതിനിധി വേണമെന്ന്. അവിടെ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അന്ന് ജയദേവൻ സാറാ കോളേജ് പ്രിൻസിപ്പൾ. എന്നെക്കാളും വളരെ പ്രായം കുറവാട്ടോ ജയദേവൻ സാറിന്. ഞാൻ എൻ്റെ പ്രിൻസിപ്പളാണ്. അദ്ദേഹം എന്നെ സാറിനെ വിളിക്കാം. എല്ലാ അധ്യാപകരും എന്നെ സാറിനെ വിളിക്കും. ഞാനായിരുന്നു കോളേജിലെ വയസ്സറ്റ്. അപ്പൊ ഞാനൊരു യുവ തുർക്കി. അപ്പോൾ അതിനകത്ത് ഇവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൊരു ഡിമാൻഡ്, സ്റ്റാഫ് കൗൺസിലിൽ വിദ്യാർത്ഥി പ്രതിനിധികൾ വേണം അത്ര. ഇത് എവിടത്തെ നിയമം സുനിൽ? ഇത് വെള്ളരിക്ക പട്ടണമാണ് ഇത്. അപ്പം നാളെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ആണ് ഈ പറഞ്ഞ പോലെ, സുനിൽ പറഞ്ഞ പോലെ ഏരിയ സെക്രട്ടറി ആയിരിക്കണം, അതായത് PM ആർഷോ ആയിരിക്കും, അതല്ലെങ്കിൽ മറ്റേ വേറൊരു പെണ്ണുണ്ടല്ലോ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കല്യാണം കഴിച്ചു. ആർഷോ കല്യാണം കഴിച്ചു. ഓക്കെ. അപ്പം അതുപോലുള്ള കേസ് കെട്ടുകൾ ആയിരിക്കും ഇവർ ആവശ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവർ മുഴുവനും അരാജകവാദികളാണ്. അപ്പോൾ ഏതായാലും രാജസ്ഥാനിൽ നിന്നുള്ള വാർത്ത നൽകുന്ന സൂചന രാജ്യത്ത് പാറ്റകൾക്ക് തല്ല് കിട്ടാൻ തുടങ്ങി. കിട്ടും. അത് മുച്ചൂടും മുടിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. അവർ മിക്കവാറും CJP ഇവിടുന്ന് കെട്ടും. ഇങ്ങനെയാണ് പോകണമെങ്കിൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. അവർക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ തത്വ സംഹിത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നുമില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതൊരു മോബാണ്, MOB, മോബ്. ഞാൻ എപ്പോഴും പറയും മോബ്, ഒരു ആൾക്കൂട്ടം, ഒരു നിയന്ത്രണമില്ലാത്ത ആൾക്കൂട്ടം, തോന്നിയത് ചെയ്യുക. അതെ. ഏതായാലും രാജസ്ഥാനിൽ നിന്നുള്ള വാർത്തകൾ വളരെ സന്തോഷകരമാണ്. കാരണം രാജ്യത്തെ തകർക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങുന്നവർക്ക് 4 അടിയൊന്നും കിട്ടുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അതിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് അടി കൊടുക്കണവരെ ആദരിക്കുകയാണ് വേണ്ടത് ശരിക്കും. കാരണം നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ, ഈ കേരളത്തിലെ സ്കൂളുകളിൽ ഒന്ന് കയറി നോക്കട്ടെ, എന്തായിരിക്കും സംഭവിക്കുക? SFIക്കാർ തല്ലി എല്ലാം ഒടിക്കില്ലേ CJPക്കാരെ? അതെ, കഴിഞ്ഞ 10 വർഷം പിണറായി ഭരിച്ചപ്പം. അല്ല, അത് കേരളത്തിലൊന്നും വരില്ല. കോൺഗ്രസ് ഭരിക്കുന്നു, CPM ആണ് ഭരിച്ചിരുന്നത്. അവരുടെ ഈ ഭരണകാലത്തുണ്ടായ കുഴപ്പങ്ങൾ, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് വലത് മുന്നണികളാണല്ലോ. ഈ 2 മുന്നണികളും CJPക്ക് പിന്തുണയാണ്. അതുകൊണ്ട് കേരളത്തിലെ സ്കൂളുകളുടെ നിലവാരം പരിശോധിക്കാൻ വരില്ല. എത്ര വിദ്യാർത്ഥികളാണ് പാമ്പ് കടിയിട്ട് മരിച്ച കേരളത്തിൽ? അതെ, അതൊന്നും
ഇവർക്ക് പ്രശ്നമില്ല. ഉം. അത് ചോദിക്കാൻ CJPയും ഇല്ല, ആം ആദ്മി പാർട്ടിയും ഇല്ല. അതെ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ വർത്തമാനം പറയുന്നത് ഒരു വാർത്തയെ ബേസ് ചെയ്തുള്ള വർത്തമാനമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഒരു യഥാർത്ഥ ചിത്രമാണ് ഞങ്ങൾ നിങ്ങളോട് പങ്കുവച്ചത്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഇത്തരം വർത്തമാനങ്ങളും പറയണമല്ലോ. ഏതായാലും കുമാർ സാർ നമ്മുടെ കൂടെയുണ്ട്. കുമാർ ചെല്ലപ്പൻ സാർ ഇവിടെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു എനർജിയാണ്. നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് എന്നോട് പറയുന്നുണ്ട്. ഏതായാലും എന്നോട് ഒരാൾ പറഞ്ഞു, മുത്താണ്, വിട്ടുകളയരുത്. വിട്ടുകളയുന്ന പ്രശ്നമേ ഇല്ല. ഉറപ്പായും നമ്മുടെ ചാനലിൻ്റെ കൂടെ സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കുമാർ ചെല്ലപ്പൻ സാറിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.